നാസ്തികൻ. തുടങ്ങുമ്പോൾ BC 6-ാം നൂറ്റാണ്ടിന് തുടങ്ങാം. BC 600-കൾക്ക് ശേഷം, അതായത് BC പറയുമ്പോൾ നമ്മൾ താഴോട്ടാണല്ലോ പറയാ. BC 600 599 ശേഷമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതിൽ ആരാണ് ഏറ്റവും വലുതെന്നുള്ളത് വലിയ തർക്കമായിരുന്നു. ക്ഷത്രിയന്മാര് പറഞ്ഞു ക്ഷത്രിയന്മാരാണ് വലുത്, ബ്രാഹ്മണന്മാര് പറഞ്ഞു ഞങ്ങളാണ് വലുത്. അങ്ങനെ അവിടെ ഒരു തർക്കം വരികയാണ്. ഇതിനെ പറയുന്ന പേര് ക്ഷത്രിയ റവല്യൂഷൻ എന്നാണ്. ക്ഷത്രിയ റവല്യൂഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബുദ്ധമതം. അപ്പോ ഹിന്ദു മതം കുറച്ചും കൂടി റിജിഡ് ആയപ്പോ, അതിൽ കുറെ ആചാരങ്ങൾ വന്നപ്പോ, അത് കുറച്ച് കഷ്ടതയാർന്ന സംഭവമായിട്ട് താഴ്ന്നെന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് മാറിയപ്പോ അവര് പുതിയ പുതിയ മാർഗങ്ങൾ തേടിപ്പോയി. ആ പുതിയ മാർഗത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏത്? ബുദ്ധമതം. നമ്മൾ ഇതിനെ 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഈ സീരീസിനെ. ഒന്നാമത്തത് ബുദ്ധനെ കുറിച്ച് പറയും, രണ്ടാമത്തത് ബുദ്ധമതത്തിനെ കുറിച്ച് പറയും. രണ്ടും മത്സര പരീക്ഷകൾക്കും ബാക്കിയുള്ളതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2ആയിട്ട് തരംതിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഒരാളെ കുറിച്ചാണ്, ബുദ്ധൻ. ബുദ്ധൻ മീൻസ് ബോധോദയം ലഭിച്ച ആള്. BC 563 ലുംബിനി, നേപ്പാളിലെ ലുംബിനി വനം. അവിടുത്തെ രാജാവ്, ശാക്യകുലത്തിന്റെ രാജാവ് ശുദ്ധോധന മഹാരാജാവ്. അമ്മയുടെ പേര് മഹാമായ. ശുദ്ധോധന് മഹാമായയിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. മഹാമായ എപ്പോഴും രാത്രി സ്വപ്നം കാണാറുണ്ട്. സ്വപ്നത്തിൽ ഇതാണ് കാണുക. ജോത്സ്യനെ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താണ് സംഭവം ചോദിച്ചു. ജോത്സ്യൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഒന്ന്, ഈ ജനിക്കാൻ പോകുന്ന മകൻ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റും, നിങ്ങൾ വലിയ ചക്രവർത്തിയായി മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഐശ്വര്യങ്ങളൊക്കെ വരും. രണ്ടാമത്തത്, അവനൊരു സന്യാസിയായിട്ട് മാറും. ശുദ്ധോധന മഹാരാജാവിന് സ്വാഭാവികമായിട്ടും സങ്കടവും സന്തോഷവും ഒരേ സമയം വരികയാണ്. അതായത് തന്റെ മകൻ വിട്ടുപോകുന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ചാൻസ് പറയുന്നത് അദ്ദേഹം വലിയൊരു രാജാവായി മാറുന്നു പറയുന്നുണ്ട്. ഒരേ സമയം സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരികയാണ്. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കിട്ടുണ്ണി കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ അടിച്ചു മോളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വെപ്രാളം കാണിക്കുകയാണ്. അപ്പൊ മഹാമായ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ മഹാമായ കുട്ടിയെ പ്രസവിക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞതും മഹാമായ മരിക്കണം. പിന്നീട് 2ാം അമ്മയാണ് വളർത്തുന്നത്. 2ാം അമ്മയുടെ പേര് ഗൗതമി എന്നാണ്. മകന് കൊടുത്തിരുന്ന പേര് സിദ്ധാർത്ഥൻ എന്നാണ്. സിദ്ധാർത്ഥനെ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വളർത്തുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥനെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഒരു കിളിയെ കൂട്ടിലടച്ചു വെക്കുന്നത് അതേപോലെയാണ് സിദ്ധാർത്ഥനെ വളർത്തുന്നത്. അങ്ങനെ ഒരു വിവാഹമൊക്കെ കഴിച്ചു കൊടുക്കുന്നുണ്ട്. യശോധര എന്ന് പറഞ്ഞിട്ട് കുട്ടിയൊക്കെ ജനിക്കുന്നുണ്ട്. രാഹുലൻ, മകന്റെ പേര് രാഹുലൻ. എത്ര സുഖ സൗകര്യം എന്ത് വേണമെങ്കിലും ബുദ്ധന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സർ എഡ്വിൻ അർണോൾഡ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് വിശേഷിപ്പിച്ച ബുദ്ധൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബുദ്ധനല്ല, ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പേര് ആ സമയത്ത് സിദ്ധാർത്ഥൻ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുതിരയുണ്ട്, കുതിരക്കാരനുണ്ട്, കൂട്ടുകാരനാണ്, ചങ്കാണ്. കുതിരക്കാരന്റെ പേര് ചന്ന. പന്നയല്ല, ചന്ന. കുതിരയുടെ പേര് കാന്തകൻ. കാന്തകന്റെ പുറത്ത് കയറി വെളിയിൽ സഞ്ചരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ ചന്ന പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പുറത്തൊന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിർബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ നിർബന്ധം സഹിക്ക വയ്യാതെ അവസാനം സിദ്ധാർത്ഥന് മുമ്പിൽ കീഴടങ്ങുകയാണ്. ഇങ്ങനെ തന്റെ രാജ്യം മുഴുവൻ സിദ്ധാർത്ഥനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് 4 കാഴ്ചകളാണ് അദ്ദേഹം കാണുന്നത് പുറം ലോകത്ത് ഇറങ്ങിയതിനു ശേഷം. ഒന്നാമത്തെ കാഴ്ച അദ്ദേഹം കാണുന്നത് ഒരു വയസ്സായ വ്യക്തി, രണ്ടാമത്തത് അസുഖം വന്ന വ്യക്തി, മൂന്നാമത്തത് ഒരു ശവശരീരം, നാലാമത്തത് ഒരു സന്യാസി. അങ്ങനെ കൊട്ടാരത്തിൽ തിരിച്ചെത്തുമ്പോ വളരെ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോ ശുദ്ധോധന മഹാരാജാവ് വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നീ കഴിക്കാത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ പറയുന്നുണ്ട് ഇല്ല, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചുറ്റുപാടും പുറത്തിറങ്ങിയപ്പോ കണ്ടത് മൊത്തം എന്താണ്? ദുഃഖമാണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ മനസ്സിനെ ഈ ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം മഹാപരിത്യാഗം ചെയ്യണം. ബുദ്ധമതത്തിൽ അത് മഹാപരിത്യാഗമാണ്.
ബാക്കിയുള്ളൊരു ഭാര്യയും മകനെ ഉപേക്ഷിച്ച് പോയി, അതാണ് മഹാപരിത്യാഗം. ഓക്കെ, എല്ലാതും ഉപേക്ഷിച്ച് അദ്ദേഹം ചെന്നൈയുടെ ഒപ്പം കാന്തകന്റെ പുറത്തേറി രാജ്യത്തിന്റെ അതിർത്തിയിലെത്തുകയാണ്. എന്നിട്ട് രാജ്യത്തോട് വിട പറഞ്ഞു പോവാണ്. കൊട്ടാരത്തിൽ ഇത് അറിയാണ്, വലിയ പ്രശ്നമായി മാറാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ വലിയ സീനായിട്ട് മാറാണ്. പക്ഷെ സിദ്ധാർത്ഥൻ അതൊന്നും അലട്ടിയില്ല. സിദ്ധാർത്ഥൻ വരികയാണ്, UP വഴി ഇന്ത്യയിലേക്ക് കിടക്കണം. നേപ്പാള് UP ബോർഡർ ഉണ്ടാവല്ലോ, ആ വഴി ഇന്ത്യയിലേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ എത്തിയതിനു ശേഷം കുറച്ച് ആളുകളെ കാണാണ്, കുറച്ച് സന്യാസിമാരെ കാണാണ്. അവർ പറയണ നിരാഹാരം അനുഷ്ഠിക്കൂ, നിരാഹാര വ്രതം അനുഷ്ഠിക്കൂ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാവും. മോഹനെ കുറെ സമയം കുറെ ദിവസങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കണം, വയറ് കത്ത് അല്ലാതെ ഇതിന് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം 4-5 പേരുണ്ടായിരുന്നു. ഓക്കെ, അവരെയൊക്കെ ചീത്ത പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവാണ്. അങ്ങനെ ബീഹാർ പ്രദേശത്തേക്ക് കയറാണ്. ഇതൊന്നും അന്ന് ആ പേരുകളിലൊന്നും അറിയപ്പെട്ടല്ല കേട്ടോ, ഇന്നത്തെ മാപ്പിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. അങ്ങനെ നിരഞ്ജന നദി കാണാണ്. നിരഞ്ജന നദിയുടെ തീരത്ത് ഒരു മരം കാണുന്നുണ്ട്. ആ മരത്തിൽ അവിടെ താഴെ പോയിരിക്കുകയാണ് അദ്ദേഹം. ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കണ്ണു തുറക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ബോധം വന്നു. ഓക്കെ, അങ്ങനെ പേര് കിട്ടി, എന്ത്? ബുദ്ധ, ബോധോദയം ലഭിച്ചവൻ. അങ്ങനെ ഞാൻ വലിയ ആളായെന്ന് മനസ്സിലായല്ലോ, ഇത് ആരെങ്കിലും ഒന്ന് പറയണല്ലോ. അപ്പോൾ അദ്ദേഹം കാണുന്നത് കൃഷിപ്പണി കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ആൾക്കാരാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ആൾക്കാരാണ്. ഇവരെ കാണുന്ന സമയത്ത് അവിടെ പോയിട്ട് ഞാൻ വലിയ ആളായി എന്ന് പറഞ്ഞു വെച്ചാൽ അവർ പറയും തനിക്ക് ഭ്രാന്താണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഈ ഫിലോസഫി ഒക്കെ പറയുന്നത് വെറുതെ ഇരിക്കുന്നവരോട് പറയണം. അതാണ് ബുദ്ധന്റെ ആ സമയത്തുള്ള മൈൻഡ്. നമുക്ക് ബുദ്ധൻ വളരെ കണ്ണിങ് ആയിട്ട് ഒരു മനുഷ്യൻ കൂടിയാണ്ടോ. അദ്ദേഹം നേരെ പോവാണ്. പണ്ട് പണി തന്ന ആൾക്കാരുണ്ടല്ലോ, നിരാഹാരം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ. ഓക്കെ, അവിടെ എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ ഒരു പ്രഭാഷണം നടത്താൻ പോകണം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സാരാനാഥിൽ വെച്ച് ആദ്യത്തെ പ്രഭാഷണം നടത്തുകയാണ്. UP സാരാനാഥിൽ വെച്ച് ആദ്യത്തെ പ്രഭാഷണം നടത്തുകയാണ്. ഓക്കെ, അദ്ദേഹം ആര്യ സത്യങ്ങളെ കുറിച്ച് പറയാണ്. ലോകത്തിലാകെ പ്രധാനപ്പെട്ട സത്യങ്ങൾ 4 ഉള്ളൂ. ലോകം മുഴുവൻ ദുഃഖമാണ്, ദുഃഖത്തിന് കാരണം ആഗ്രഹമാണ്. ഇപ്പൊ ദുഃഖത്തെ ഒഴിവാക്കാനുള്ള പ്രധാന വഴി ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുകയാണ്. അതിനുള്ള മാർഗം അഷ്ടാംഗ മാർഗമാണ്. ഓക്കെ, 8 വഴികൾ പറയുന്നുണ്ട്. അത് ബുദ്ധമതം പറയുമ്പോൾ നമ്മൾ പറയാം, നമുക്ക് ബുദ്ധന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ബുദ്ധൻ വളരെ ഫേമസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധന്റെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സമാധാനത്തിന്റെ മതം എന്ന് പറയുന്നുണ്ട്. വൈശ്യന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം, ബാക്കിയുള്ളതൊക്കെ കഥകളാണ്, അതിൽ ലോജിക്ക് നിങ്ങൾ തപ്പിക്കൊണ്ട കാര്യമില്ല. കാരണം ബുദ്ധമത ടെക്സ്റ്റുകളിൽ എഴുതി വെച്ച കഥകളാണ് പറയുന്നത്. ഓക്കെ, അതിൽ ബുദ്ധൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു രാക്ഷസം വരുന്നുണ്ട്. രാക്ഷസം വന്നിട്ട് പറയുന്നുണ്ട്, രാക്ഷസം വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടോ. അപ്പോ രാക്ഷസം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ബോധോദയം കിട്ടി നീ പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് ബോധ്യമാണ്, അപ്പൊ നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് ചോദിക്കണം. ബുദ്ധൻ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. അതായത് സ്വപ്നം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ചിന്ത കാണിച്ചു കൊടുക്കുന്നുണ്ട്. മകൻ മരിച്ചു, അച്ഛൻ കിടപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ബുദ്ധൻ അപ്പോഴും ഒരു നിർമ്മമ പദം ഉണ്ടല്ലോ, ഓക്കെ, അവിടെ തന്നെ നിൽക്കണം. ഒന്നും പുറത്തേക്ക് ഒരു ഫീലും മുഖത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വരുന്നില്ല. ഓക്കെ, ബുദ്ധൻ അങ്ങനെ ഒരു ബ്ലിസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലിസ്, നിർവാണ കിട്ടിയ ആ ഒരു അവസ്ഥയിൽ, ഓക്കെ, ബ്ലിസ് എന്നാണ് പരമാനന്ദം, നിർവാണ, ആ ഒരു അവസ്ഥയിൽ ബുദ്ധൻ നിൽക്കണം. ആ ബുദ്ധൻ നിൽക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കി, പക്ഷെ എനിക്ക് അവസാനത്തെ ഒരു തെളിവ് വേണം, ഒരു സാക്ഷി വേണം. ഓക്കെ, ഒരു സാക്ഷി വേണം. ബുദ്ധൻ ഭൂമിയിൽ സ്പർശിക്കുകയാണ്. അങ്ങനെ ആ മുദ്രയ്ക്ക് പേര് കിട്ടുകയാണ് ഭൂസ്പർശന മുദ്ര. ഓക്കെ, ഇത് സിവിൽ സർവീസിന് ചോദിച്ചാണ്, എന്താണ് ഭൂസ്പർശന മുദ്ര? എനിക്ക് അല്ലെങ്കിൽ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന് PSC ഒക്കെ ചോദിക്കും, ഭൂസ്പർശന മുദ്ര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാര എന്ന രാക്ഷസൻ പരീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോ ബുദ്ധൻ കൊടുത്ത തെളിവാണ് എന്ത്? ഭൂസ്പർശന മുദ്ര. അതേപോലെ ബുദ്ധൻ വീണ്ടും പോപ്പുലർ ആയിരിക്കുന്ന സമയത്താണ് കിസഗോമതി എന്ന് പറഞ്ഞൊരു സ്ത്രീ വരുന്നത്. കിസഗോമതി എന്ന് പറഞ്ഞൊരു സ്ത്രീ തന്റെ മരിച്ച കുഞ്ഞുമായിട്ടാണ് വരുന്നത്. നിങ്ങൾ വലിയ ആളാണെന്ന് പറയുന്നു, എന്റെ മകന് ജീവൻ കൊടുക്കുന്ന പറയുന്നത്. അത് ബുദ്ധന് കൊടുക്കാൻ പറ്റില്ല എന്ന് ബുദ്ധനും അറിയാം. പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റില്ല, കാരണം അവർ അത്രയും ദേഷ്യത്തില് അല്ലെങ്കിൽ അത്രയും സങ്കടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ബുദ്ധൻ അതൊരു ഉണ്ടാക്കി വെച്ച് നോക്കുമ്പോൾ പോകും. ബുദ്ധൻ പറയാണ്, ഒരു ബുദ്ധൻ ഭിക്ഷുവാണല്ലോ, ഒരു പാത്രം കൊടുക്കുകയാണ്. പാത്രം കൊടുത്തതിന് ശേഷം പറയാണ്, ഈ ഗ്രാമത്തില്, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഈ ഗ്രാമത്തില് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് നീ കടുക് കൊണ്ടുവരിക. അപ്പൊ ആ സ്ത്രീ കിസഗോമതി വളരെ സന്തോഷത്തോടു കൂടി ഓടിപ്പോവാണ്. അപ്പൊ അവിടെ ബാക്കിൽ നിന്ന് ബുദ്ധൻ വിളിച്ചു പറയാണ്, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, മരിക്കാത്ത വീട്ടിൽ നിന്ന് വേണം കടുക് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ വീട്ടിലും പോവാണ്. അപ്പൊ കടുകുണ്ടോ എന്ന് ചോദിക്കണം, ഉണ്ട് എന്ന് പറയണം. മരിച്ച വീടാണ്, ആരെങ്കിലും മരിച്ച വീടാണെന്ന് ചോദിക്കണം. അപ്പൊ അതേ മരിച്ച വീടാണെന്ന് പറയണേ. അങ്ങനെ വൈകുന്നേരം വരെ അലഞ്ഞു തിരിഞ്ഞ അവർക്ക് അത് പറ്റിയില്ല. അങ്ങനെ ഒരു
കടുക് കൊണ്ടുവരാൻ പറ്റിയില്ല. നേരെ അവര് പാത്രം അവിടെ വെച്ചിട്ടാണ് മിണ്ടാതെ ഉരിയാടാതെ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മണിച്ചിത്രത്താഴിൽ, അതുപോലെ മിണ്ടാതെ ഉരിയാടാതെ കുട്ടീനെ എടുത്തിട്ട് പോവാണ്. ഓക്കെ, ബുദ്ധൻ പഠിപ്പിച്ചു കൊടുത്തത് മരണം ഒരു സത്യമാണ് എന്നുള്ള സംഭവമാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാലോചിച്ച് നോക്കുക, മരണം ഒരു സത്യമാണ്. അത് ഈ നൂറ്റാണ്ടിൽ മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 563 കൊല്ലം മുമ്പ് ജനിച്ച, അല്ലെങ്കിൽ ഏകദേശം 500 കൊല്ലം മുമ്പ് ജനിച്ച ബുദ്ധൻ അത് അന്നേ പറഞ്ഞിരുന്നു. മരണം എന്ന് പറഞ്ഞ വെച്ചാൽ എന്താണ്? സത്യമാണ്. ഓക്കെ, അതിന് ഒരുപാട് കഥകൾ ബുദ്ധനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ ബുദ്ധമതത്തിൽ സ്ത്രീകൾ ചേരുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ കുറച്ച് പ്രശ്നമാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. പക്ഷെ ബുദ്ധമതത്തിൽ ചേർക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ, നമുക്ക് എപ്പോഴും പറ്റിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ആരാണ്? അമ്മയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ അവരെ ബുദ്ധമതത്തിലേക്ക് ചേർക്കുകയാണ്. ഗൗതമിയെ ബുദ്ധമതത്തിലേക്ക് ചേർക്കുകയാണ് ബുദ്ധൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പോവാണ് ബുദ്ധന്റെ കഥകള്. പിന്നെ ബുദ്ധൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ബുദ്ധൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധന് ഒരുപാട് ശിഷ്യന്മാരൊക്കെ വരുന്നുണ്ട്. അവരെ സംഘം എന്നാണ് അറിയപ്പെടുക. ബുദ്ധന്റെ പ്രിൻസിപ്പിള് ധമ്മ എന്ന പേരിലാണ് അറിയപ്പെടുക. സംഘവും ധമ്മയും. അവര് താമസിക്കുന്ന സ്ഥലം വിഹാരം, വിഹാരങ്ങളുടെ നാട് ബീഹാർ, ഇന്നത്തെ പേര് ബീഹാർ. ആലോചിച്ച് നോക്കുക, ബീഹാർ. ഇവിടെ കേരളത്തിലടക്കം കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് പ്രതിമകളൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം എല്ലാവിടെയും ഉണ്ട്. ഓക്കെ, ബുദ്ധമതം പ്രചരിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? അശോകനാണ് ഇത്രയും പോപ്പുലർ ആക്കി മാറ്റിയത്. ഓക്കെ, എന്നിട്ട് ബുദ്ധമതം സ്പ്ലിറ്റ് ചെയ്യണതും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ബുദ്ധന്റെ കാര്യമാണ്. ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഓക്കെ, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബുദ്ധന്റെ അവസാനം എങ്ങനെയാണ്? ബുദ്ധൻ ഒരുപാട് സ്ഥലത്ത് തന്റെ ആശയം പ്രചരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ബുദ്ധൻ അവസാനം കുശിനഗർ എന്ന് പറഞ്ഞിട്ടൊരു നഗറിലെത്താണ്. കുശിനഗർ. ഓക്കെ, അപ്പൊ അതില് മല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധന്റെ സമയത്ത് 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിൽ മല്ലയില് ഒരു ഗ്രാമമാണ് കുശിനഗർ എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നിരിക്കുന്ന സമയത്ത് ബുദ്ധൻ ഭക്ഷണം കഴിക്കണം. ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷം കലർന്നു എന്നാണ് പറയുന്നത്. ബോധിധർമ്മൻ അറിയാലോ നിങ്ങൾക്ക്, ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ. ബോധിധർമ്മന്റെ 7ാം മറവാണ് സിനിമ. ഓക്കെ, ബോധിധർമ്മനെ കൊന്നിട്ട് അവിടെ തന്നെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് ഒരു അസുഖം വരില്ല എന്നിട്ട് അപ്പൊ വിഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ചൂണ്ട എന്ന് പറഞ്ഞ ഒരാൾ വിഷം കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, കുറെ ഹിസ്റ്റോറിയന്മാർ പറഞ്ഞത് അങ്ങനെയല്ല. പന്നിയിറച്ചി കഴിക്കുന്ന ഒരു ആസക്തി ആർക്കുണ്ടായിരുന്നു? ബുദ്ധൻ ഉണ്ടായിരുന്നു. ഓക്കെ, മ്യാൻമർ ഒരു ബുദ്ധമത രാജ്യമാണ്. ബുദ്ധമതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് മ്യാൻമർ. റോഹിംഗ്യ, അവിടെ ഏറ്റവും അധികം ദ്രോഹിക്കപ്പെടുന്ന ആളുകളാണല്ലോ റോഹിംഗ്യ എന്ന് പറയുമ്പോൾ. ഓക്കെ, അവരൊരിക്കലും അവിടെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ ജീവികളെ കൊല്ലാറില്ല, പക്ഷെ തിന്നാറുണ്ട്. ചൈനയിലേക്കൊക്കെ അത് കയറ്റി അയച്ചതിന് ശേഷം അവിടുത്തെ ഇറച്ചി ഇവിടെ വാങ്ങി കഴിക്കുകയാണ് അവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവികളെ അയച്ച് കൊന്ന ഇറച്ചി ഇങ്ങോട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതേപോലെ ബുദ്ധനെ പന്നി ഇറച്ചി കഴിക്കുന്ന ശീലം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബുദ്ധൻ മരിക്കുകയാണ്. അത് സത്യമാണെങ്കിൽ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആഗ്രഹങ്ങളെ അടക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അതില് ബുദ്ധനോട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് ബുദ്ധൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. ഓക്കെ, വർദ്ധമാന മഹാവീരൻ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇതൊരു അവിടെ തൊട്ടും തൊടാതെയുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ബുദ്ധൻ ഇത്രേ ചെയ്തുള്ളൂ. ആ സമയത്ത് ഹിന്ദു മതത്തിൽ, സോക്കോൾഡ് ഹിന്ദു മതത്തിൽ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ക്ഷത്രിയന്മാരാണ് വലുത് എന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് തന്റെ ധർമ്മ പോളിസി പ്രചരിപ്പിച്ചു. ബുദ്ധൻ മൺമറഞ്ഞു പോയി. ആ ബുദ്ധന്റെ പേരിൽ പിന്നീട് ബുദ്ധമതം ഉണ്ടാവുകയും ബുദ്ധൻ ദൈവമായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹായാനക്കാര് പറയുന്നു, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഹീനയാനക്കാര് പറഞ്ഞത് ബുദ്ധൻ ഒരു ടീച്ചർ ആയിരുന്നു. ഓക്കെ, എന്തു തന്നെ ആയാലും ആ കാലഘട്ടത്തിന്റെ അത്യാവശ്യമായിരുന്നു ബുദ്ധൻ. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണെന്ന് ഡോക്ടർ BR അംബേദ്കർ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഓക്കെ, അംബേദ്കർ ജനിക്കുമ്പോൾ ഹിന്ദു ആയിട്ട് ജനിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷെ അംബേദ്കറിന് പറഞ്ഞിട്ട് ഞാൻ ഹിന്ദു അല്ലാന്ന്. പക്ഷെ മരിക്കുന്ന സമയത്ത് ഏത് മതത്തിലേക്ക് മാറുകയാണ്? ബുദ്ധമതത്തിലേക്ക് മാറണം. അപ്പോൾ കാലഘട്ടം എത്ര മാറിയാലും ബുദ്ധമതത്തിന്റെ ആശയം എന്നും പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കാരണം ബുദ്ധമതത്തിന്റെ ആശയം അഹിംസയിൽ ഊന്നിയിട്ടുള്ള സംഭവമാണ്. അഹിംസ, ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. ഓക്കെ, ഇതാണ് ബുദ്ധനെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ.
ലുംബിനിയിൽ ജനിച്ചു. ഓക്കെ, BC 563 ലുംബിനിയിൽ ജനിച്ചു. പിന്നീട് നാട് വിട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു. ഗയയില് വെച്ചിട്ട് ബോധോദയം ലഭിച്ചു, നിരഞ്ജന നദിയുടെ തീരത്ത്. സാരാനാഥിൽ ആദ്യത്തെ പ്രഭാഷണം നടത്തി. അവിടെ ചക്രമാണ്. ആ സിംബൽസും ആ സംഭവങ്ങളൊക്കെ നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയും കേട്ടോ. ഓക്കെ, പിന്നീട് അവസാനം കുശിനഗറിൽ വെച്ചിട്ട് മരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കഥകളും ജാതക കഥകളും ബാക്കിയുള്ള സംഭവങ്ങളും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ബുദ്ധ മതം ഈ